SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 99.5 വിജയശതമാനം. തൃശൂർ ജില്ലയിൽ 99.48% വിജയം. മുല്ലശ്ശേരി ഏഷ്യാഡ് പടവിൽ കൃഷിനാശത്തെ തുടർന്ന് കർഷകർ കൊയ്ത്തുപേക്ഷിച്ചു. 50 ഏക്കറോളം വരുന്ന പടവിലെ കൃഷിയാണ് കർഷകർ ഉപേക്ഷിച്ചത്. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നത് ദുരിതയാത്രയായി മാറി. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഗതാഗതക്കുരുക്ക് മുറുകുകയാണ്. ഗതാഗതക്കുരുക്കിന് കാരണം സർവീസ് റോഡുകളുടെ വീതി കുറവ്. ജില്ലയിൽ വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 3 മരണം. കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സൈക്കിൾ യാത്രികനും, പുതുക്കാട് KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരനും, കൊടകരയിൽ ലോറിയിടിച്ച് കാൽനട യാത്രികനും മരിച്ചു. സംസ്ഥാന ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചിട്ടും എങ്ങുമെത്താതെ ചാലക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആധുനിക ഗ്രൌണ്ട് ഗാലറി നിർമ്മാണം. നഗരസഭയും മുൻ MLA BD ദേവസ്യം തമ്മിൽ അകൽച്ചയാണ് പദ്ധതി അനിശ്ചിതത്വത്തിലാകാൻ കാരണം. ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. കൊടിപ്പുറത്ത് വിളക്ക് ആഘോഷത്തിൽ അലിയാൻ വിശ്വാസികൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 99.5 വിജയശതമാനം. ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ 0.19% കുറവാണ്. 4,24,583 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 61,449 പേർക്കാണ് ഫുൾ A+ ലഭിച്ചത്. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ വിജയശതമാനം. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് വിജയശതമാനം. 72 ക്യാമ്പുകളിലാണ് മൂല്യനിർണ്ണയം നടന്നത്. 4 മണി മുതൽ ഫലം വെബ്സൈറ്റിൽ ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തിരുവനന്തപുരത്ത് അറിയിച്ചു. SSLC പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ 99.48% വിജയം. 204 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. ഉപരിപഠനത്തിന് 35,729 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ജില്ലയിൽ പരീക്ഷയെഴുതിയ 18,213 ആൺകുട്ടികളും 17,516 പെൺകുട്ടികളും ഉപരിപഠനത്തിന് അർഹരായി. 1,698 ആൺകുട്ടികളും 3,540 പെൺകുട്ടികളും ഉൾപ്പെടെ 5,238 പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. വിദ്യാഭ്യാസ ജില്ലകളായ ഇരിങ്ങാലക്കുടയിൽ 72 സ്കൂളുകൾക്കും ചാവക്കാട് 63 സ്കൂളുകൾക്കും തൃശൂരിൽ 69 സ്കൂളുകൾക്കും 100% വിജയം നേടി. SSLC പരീക്ഷയിൽ കേരള കലാമണ്ഡലം 100% വിജയം കൈവരിച്ചു. ഇത് 2ാം തവണയാണ് കലാമണ്ഡലം SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിക്കുന്നത്. 65 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഇവർ മുഴുവനും വിജയിച്ചതായി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണനും രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P. എന്നിവർ അറിയിച്ചു. 100% വിജയം കൈവരിച്ച സന്തോഷത്തിലാണ് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഭരണസമിതി അംഗങ്ങളും വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. SSLC പരീക്ഷയിൽ കൊടുങ്ങല്ലൂർ മേഖലയ്ക്ക് മികച്ച വിജയം. തീരമേഖലയിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും 100% വിജയം നേടി. കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 47 ഫുൾ A+ നേടി. കൊടുങ്ങല്ലൂർ മേഖലയിൽ 1ാം സ്ഥാനം നിലനിർത്തി. P. ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 45 ഫുൾ A+, കോട്ടപ്പുറം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ 39 ഫുൾ A+, എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ 17 ഫുൾ A+, അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ 17 ഫുൾ A+, പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 12 A+, എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 4 ഫുൾ A+ എന്നിങ്ങനെയാണ് മറ്റ് വിദ്യാലയങ്ങളുടെ നേട്ടം. SSLC ഫലം പ്രഖ്യാപിച്ചപ്പോൾ തീരദേശത്തെ സ്കൂളുകൾക്ക് മികവാർന്ന വിജയം. മതിലകം സെന്റ് ജോസഫ് സ്കൂൾ, OLF GHSS മതിലകം, RMVHS പെരിഞ്ഞനം, ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ കയ്പമംഗലം, സെന്റ് ആൻസ് സ്കൂൾ എടത്തിരുത്തി, VPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ കഴിമ്പ്രം എന്നീ സ്കൂളുകൾ 100% വിജയം നേടി. എരുമപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന് തുടർച്ചയായ 8ാം വർഷവും 100% വിജയത്തിളക്കം. പരീക്ഷ എഴുതിയ 43 വിദ്യാർത്ഥികളിൽ 15 പേർ മുഴുവൻ A+ കരസ്ഥമാക്കി. 8 വിദ്യാർത്ഥികൾ 9 വിഷയങ്ങളിൽ A+, 6 കുട്ടികൾ 8 A+ നേടി.
മുല്ലശ്ശേരി ഏഷ്യാഡ് പടവിൽ കൃഷിനാശത്തെ തുടർന്ന് കർഷകർ കൊയ്ത്ത് ഉപേക്ഷിച്ചു. 50 ഏക്കറോളം വരുന്ന പടവിലെ കൃഷിയാണ് കർഷകർ ഉപേക്ഷിച്ചു പോയത്. വിളവെടുപ്പ് ആരംഭിച്ചതോടെ മുൻവർഷങ്ങളിലെ വിളവിന്റെ 1/4 പോലും ലഭിക്കാത്തതിനാൽ കർഷകർ കൊയ്ത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. പടവിലെ 15 ഏക്കറിലെ കൊയ്ത്ത് കഴിഞ്ഞപ്പോഴേക്കും നെന്മണികൾ മുഴുവൻ പതിരായ സ്ഥിതിയാണ്. 33 കർഷകരാണ് വിളവെടുപ്പിന് പാകമായ നെൽച്ചെടികൾ കൊയ്യാതെ ഉപേക്ഷിച്ചു പോയത്. പൂർണ്ണമായും വിളഞ്ഞ നെല്ല് കരിഞ്ഞുണങ്ങിയ നിലയിലാണ്. കൊയ്ത്തുകൂലി പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് കൊയ്ത്തുപേക്ഷിക്കേണ്ടി വന്നതെന്ന് പടവ് ഭാരവാഹികളായ PB രജീഷും ഷാജി ഊരകവും പറഞ്ഞു. 47 ഏക്കർ, അതിൽ മൊത്തം 50% ഇതിൽ നശിച്ചിരിക്കുകയാണ്. മൊത്തം ഇപ്പോൾ കിട്ടിയുള്ളത് ഒരു 13 ഏക്കറിന് നമുക്ക് കൊയ്യാൻ കിട്ടിയുള്ളത്. ഉള്ളതും ഏക്കറയ്ക്ക് 4-5 ചാക്ക് വീതം. അതും കാര്യമായിട്ടുള്ള വിളവൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിലിപ്പോൾ 3/4% ആൾക്കാരും ഇപ്പോൾ കൊയ്യാതെ ഇട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഏക്കറയ്ക്ക് ആവറേജ് ഒരു 35-40,000 ഉള്ളിൽ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കൊയ്യാത്തവർ ചിലർ ഈ പാട്ടത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ പാട്ടം കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് കൊയ്ത് കഴിഞ്ഞാൽ അതും കൊടുക്കാതെ മൊത്തം നശിച്ചു പോയ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഏക്കറിന് 35,000 രൂപ മുതൽ 40,000 രൂപ വരെ കർഷകർക്ക് കൃഷി ചെലവ് വന്നിരുന്നു. എന്നാൽ ഏക്കറിന് 3000 കിലോ മുതൽ 3500 കിലോ വരെ നെല്ല് ലഭിക്കേണ്ട സ്ഥാനത്ത് കഷ്ടിച്ച് 600 കിലോ നെല്ലാണ് ലഭിച്ചത്. ഇതോടെ 20 ലക്ഷം രൂപയോളമാണ് കർഷകർക്ക് നഷ്ടമുണ്ടായത്. ഇത് കൊയ്ത്ത് യന്ത്രത്തിന് വാടക കൊടുക്കാൻ പോലും തികയില്ലെന്ന് കർഷകർ പറഞ്ഞു. ഉപ്പുവെള്ളത്തിന്റെ വ്യാപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് വിളവ് ഗണ്യമായി കുറയാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. മോട്ടോർ ഇല്ലാത്തത് മൂലം ഇത്തവണ കൃഷി ഇറക്കുന്നില്ലെന്ന തീരുമാനത്തിലായിരുന്നു പടവിലെ കർഷകർ. എന്നാൽ തരിശിടരുതെന്ന് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നിർബന്ധത്തെ തുടർന്നാണ് കൃഷി ഇറക്കിയത്. മോട്ടോർ വാടകയ്ക്കെടുത്താണ് പടവിൽ പമ്പിംഗ് നടത്തിയിരുന്നത്. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും വാഗ്ദാനം അനുസരിച്ചുള്ള മോട്ടോർ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. കർഷകർക്കുണ്ടായ ഭീമമായ നഷ്ടം നികത്താൻ അടിയന്തര നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ്, പാവർട്ടി. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ദുരിതയാത്രയായി മാറി. രാവും പകലും വ്യത്യാസമില്ലാതെ ഗതാഗത കുരുക്ക് മുറുകുകയാണ്. ദേശീയപാതയിലെ കോടതി ജംഗ്ഷൻ വെഹിക്കുലാർ അണ്ടർപാസ്. സർവീസ് റോഡുകൾക്ക് വേണ്ടത്ര വീതിയില്ലാത്തതാണ് വാഹനങ്ങൾ 6 ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കാൻ ഇടയാക്കുന്നത്. ക്രസന്റ് സ്കൂൾ റോഡിൽ നിന്നെത്തുന്ന ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾ പാതയിലൂടെ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ്. പലപ്പോഴും ഇവ പിന്നോട്ടെടുത്തും മറ്റുമാണ് ഒരുവിധം കടന്നു പോകുന്നത്. ഇതോടെ മേഖലയിൽ ഗതാഗത സ്തംഭനം പതിവാകുകയാണ്. ഇടുക്കൂട് ഭാഗത്തെ സർവീസ് റോഡിൽ നിന്നും എത്തുന്ന വാഹനങ്ങളുടെ അവസ്ഥയും മറിച്ചല്ല. 4 സർവീസ് റോഡുകളും ഇരുഭാഗത്തെയും ട്രാംവേ റോഡുകളുടെ വാഹനങ്ങളാൽ നിറയുമ്പോൾ ആംബുലൻസുകൾക്ക് പോലും വഴിയിൽ കിടക്കേണ്ടി വരുന്നു. രാവിലെയും വൈകിട്ടും പോലീസുകാർ സ്ഥലത്തുണ്ടെങ്കിലും ഇതൊന്നും ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നില്ല. അടിപ്പാത തുറന്നു കൊടുക്കുമ്പോൾ അധികം വൈകാതെ സർവീസ് റോഡുകൾ വീതി കൂട്ടാമെന്നായിരുന്നു അധികൃതരുടെ പ്രഖ്യാപനം. എന്നാൽ പിന്നീടൊന്നും സംഭവിച്ചില്ല. സ്പാനുകളോടുകൂടിയ മേൽപ്പാലം നിർമ്മിച്ചിരുന്നുവെങ്കിൽ സുഗമമായ ഗതാഗതം നടക്കുമായിരുന്നുവെന്ന് ഡ്രൈവർമാരും നാട്ടുകാരും ഒരുപോലെ പറയുന്നു. ദേശീയപാതയിലെ മുനിസിപ്പൽ ജംഗ്ഷൻ അടച്ചതോടെ ചാലക്കുടിയിലെ ഏറ്റവും തിരക്കേറിയ ഭാഗമായി മാറി ട്രാംവേ റോഡുകൾ. TCV ചാലക്കുടി. കൊരട്ടി ജംഗ്ഷന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് സൈക്കിൾ യാത്രികനായ അതിഥി തൊഴിലാളി മരിച്ചു. കാറിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. ബംഗാൾ സ്വദേശി 51 വയസ്സുള്ള സോഭാൻ മണ്ഡലാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാറ് സൈക്കിളിലിടിക്കുകയും തുടർന്ന് നിർത്തിയിട്ട ചരക്ക് ലോറിയുടെ പിന്നിലിടിച്ചു നിൽക്കുകയുമായിരുന്നു. കാറിൽ സഞ്ചരിച്ചിരുന്ന പാലക്കാട് കള്ളിക്കാട് സ്വദേശികളായ നീത ഫർസിൻ, താറമോനി സോറിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് സ്റ്റാൻഡിന് മുമ്പിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. വരാക്കര സ്വദേശി മേച്ചേരിപ്പടി വീട്ടിൽ ആൻസന്റെ മകൻ 19 വയസ്സുള്ള ആൻസ്റ്റിൻ ആണ് മരിച്ചത്. വനതിരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശി വെണ്ണാട്ടുപറമ്പിൽ വീട്ടിൽ അലനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അലനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടിയിൽ നിന്ന് മുളങ്ങുന്നത്തുകാവിലേക്ക് പോയിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ആമ്പലൂരിൽ നിന്ന് വന്നിരുന്ന ബൈക്ക് ബസ്സിലിടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആൻസ്റ്റിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കടക്കുന്നതും തിരിച്ചു പോകുന്നതും മൂലം നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. കൊടകര ദേശീയപാതയിൽ പാഴ്സൽ ലോറിയിടിച്ച് വഴിയാത്രികൻ മരിച്ചു. കൊടകര അഴകത്ത് കൂടാരത്തിൽ 55 വയസ്സുള്ള രാജാമണിയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം.
കൊടകര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. വെള്ളാങ്ങല്ലൂർ വെളയനാട് ദേവാലയത്തിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പുത്തൻചിറ മങ്കിടി മംഗലത്ത് വെളിയിൽ വീട്ടിൽ മോഹനൻ മകൻ 30 വയസ്സുള്ള മിന്റുവാണ് മരിച്ചത്. ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് വെള്ളിയാഴ്ചയാണ് മരിച്ചത്. ജോലി സംബന്ധമായ കാര്യത്തിന് വെള്ളിയാഴ്ച മൗറീഷ്യസിലേക്ക് പോകാനിരിക്കെയാണ് അപകടം ഉണ്ടായത്. സംസ്ഥാന ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചിട്ടും എങ്ങും എത്താതെ ചാലക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആധുനിക ഗ്രൌണ്ട് ഗ്യാലറി നിർമ്മാണം. നഗരസഭയും മുൻ MLA BD ദേവസ്വയും തമ്മിലെ അകൽച്ചയാണ് പദ്ധതി അനിശ്ചിതത്വത്തിലാകാൻ കാരണം. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ആധുനിക ഗ്രൗണ്ട് നിർമ്മാണത്തിന് 5 കോടി രൂപ പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ 20% തുക നീക്കിവെക്കുകയും ചെയ്തു. എന്നാൽ നഗരസഭയിൽ അന്ന് അധികാരത്തിൽ വന്ന UDF ഭരണസമിതി ഗ്യാലറി നിർമ്മാണം സ്കൂളിന്റെ പുതിയ ഗ്രൗണ്ടിൽ വേണമെന്ന തങ്ങളുടെ പഴയ നിലപാടിൽ ഉറച്ചു നിന്നു. എന്നാൽ നഗരസഭയുടെ തീരുമാനം നടപ്പാക്കാൻ കഴിയില്ലെന്ന് സ്കൂൾ PTA തീരുമാനമെടുത്തതോടെ തുടർ നടപടികൾ നിശ്ചലമായി. മുൻ LDF ഭരണസമിതിയാണ് അന്നത്തെ PTA സഹകരണത്തോടെ സ്കൂൾ സമുച്ചയത്തിന് സമീപത്തെ പവലിയൻ അടക്കമുള്ള ഗ്രൗണ്ട് നിർമ്മിക്കാൻ ആദ്യം തീരുമാനിച്ചത്. മുൻ MLA BD ദേവസിയാണ് ഇതിന്റെ അണിയറ ശില്പി. വിവിധ കെട്ടിട നിർമ്മാണങ്ങൾക്കായി അക്കാലത്ത് സർക്കാർ അനുവദിച്ചതാകട്ടെ 50 കോടി രൂപയും. കെട്ടിടങ്ങളെല്ലാം വടക്ക് കിഴക്ക് ഭാഗങ്ങളിലേക്ക് മാറ്റി നിർമ്മിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം ഇവിടെ തന്നെ ഗ്രൗണ്ട് സജ്ജമാക്കലായിരുന്നു. LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSC എന്നിവയ്ക്കെല്ലാം ഇവിടെ ആധുനിക കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. കിഴക്ക് ഭാഗത്തെ പഴയ കെട്ടിടങ്ങളിൽ പലതും പൊളിച്ചു നീക്കി. അവശേഷിക്കുന്നവ കൂടി പൊളിച്ചു മാറ്റുന്നതിലൂടെ നേരത്തെ നിശ്ചയിച്ച 400 മീറ്റർ ഗ്രൗണ്ട് അനായാസം നിർമ്മിക്കാൻ കഴിയുമെന്നാണ് PTA ഭാരവാഹികൾ പറയുന്നത്. പത്മശ്രീ ശങ്കറിന്റെ നേതൃത്വത്തിൽ ഹാബിറ്റാറ്റ് ഏജൻസിയാണ് പദ്ധതിക്കായി പ്ലാൻ തയ്യാറാക്കിയത്. 6 ട്രാക്ക് ഗ്രൗണ്ട് വേണമെന്നായിരുന്നു അന്നത്തെ നഗരസഭാ ഭരണസമിതി ആവശ്യപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അതിനുള്ള സൗകര്യം ഒരുങ്ങിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. TCV ചാലക്കുടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കൊടിപ്പുറത്ത് വിളക്ക് ഇന്ന് ആഘോഷിക്കും. ക്ഷേത്രോത്സവത്തിൽ ഭഗവാൻ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന ചടങ്ങാണ് കൊടിപ്പുറത്ത് വിളക്ക്. രാത്രി 9:30 ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നത്. ശ്രീകോവിലിൽ നിന്ന് സംഗമേശനെ തിടമ്പലിലേക്ക് ആവാഹിച്ച ശേഷം ക്ഷേത്രം മേൽശാന്തി തിടമ്പ് കൈയിലേന്തി ആദ്യ പ്രദക്ഷിണം പൂർത്തീകരിച്ച് ശ്രീകോവിലിന് പുറത്തേക്ക് വരുന്നതിന് ശേഷം 2 ആനകളുടെ അകമ്പടിയോടെ ഗജവീരന്റെ പുറത്തേറെ പ്രദക്ഷിണം ചെയ്യുന്നു. പ്രദക്ഷിണങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ ആദ്യ പഞ്ചാരി മേളത്തിന് തുടക്കം കുറിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ശീവേലിയും വൈകിട്ട് വിളക്കെഴുന്നള്ളിപ്പ് നടക്കും. ഇന്ന് വൈകിട്ടോടെ ക്ഷേത്രത്തിനകത്തെ വേദിയിലും കൊട്ടിലാക്കൽ പറമ്പിലെ പ്രത്യേക വേദിയിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിക്കും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവ കൊടിയേറ്റ് ദിവസം നടന്ന മൃദംഗമേളം ശ്രദ്ധേയമായി. കൊരുമ്പ് മൃദംഗ കളരിയുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റത്തിന് ശേഷം കിഴക്കേ നടയിൽ മൃദംഗമേളം അരങ്ങേറിയത്. 5 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കളരിയിലെ 100ഓളം മൃദംഗ വിദ്യാർത്ഥികളാണ് മേളത്തിൽ പങ്കെടുത്തത്. കൊരുമ്പ് വിക്രമൻ നമ്പൂതിരി, PV ശിവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേവാലയ മുഖമണ്ഡപത്തിൽ അലങ്കാര വൈദ്യുത ദീപങ്ങൾ മിഴി തുറന്നതോടെ പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് തുടക്കമായി. പാവറട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചതോടെ ദേവാലയവും പരിസരവും ബഹുവർണ്ണ ദീപപ്രഭയിൽ മുങ്ങി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, ഇലിമിനേഷൻ കമ്മിറ്റി കൺവീനർ VL ഷാജു, ജോയിന്റ് കൺവീനർ KL ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ആസ്വാദകർക്ക് ദൃശ്യവിസ്മയം പകർന്ന ദേവാലയ ദീപാലങ്കാരം ഇത്തവണ ഒരുക്കിയത് CJ ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ്. ദേവാലയ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മത്തിന് ശേഷം പാവറട്ടിയിലെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള വെടിക്കെട്ട് നടന്നു. തുടർന്ന് തെക്കുഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തിരുമുറ്റ മെഗാ ഫ്യൂഷൻ അരങ്ങേറി. ശനിയാഴ്ച നേർച്ച ഭക്ഷണാശീർവാദവും വിതരണവും വൈകിട്ട് ഭക്തിസാന്ദ്രമായ കൂട് തുറക്കൽ ശുശ്രൂഷയും നടക്കും. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിന്റെ പ്രധാന ചടങ്ങായ കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കുള്ള തിരുസ്വരൂപങ്ങളിൽ ആഭരണങ്ങൾ ചാർത്തി അണിയിച്ചൊരുക്കി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരിയുടെ സാന്നിധ്യത്തിൽ തീർത്ഥകേന്ദ്രം ദേവാലയ ശുശ്രൂഷകളായ ബെന്നി വടക്കൂട്ടിന്റെയും ആന്റോ പുറത്തൂരിന്റെയും നേതൃത്വത്തിൽ വലിയ കിരീടം, ചെറിയ കിരീടങ്ങൾ,
യൗസപിതാവിന്റെ ലില്ലിപ്പൂ, വിശുദ്ധ പത്രോസിന്റെ താക്കോൽ തുടങ്ങിയവയാണ് തിരുസ്വരൂപങ്ങളിൽ അണിയിച്ചൊരുക്കിയത്. ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയ വിശുദ്ധ യൗസപിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ പത്രോസ് ലീഹായുടെയും തിരുസ്വരൂപങ്ങളാണ് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം പൊതുവണക്കത്തിനായി ദേവാലയ മുഖമണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കുക. ശനിയാഴ്ച വൈകിട്ട് 5:30 രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന സമൂഹ ദിവ്യബലിയെ തുടർന്നാണ് ഭക്തിസാന്ദ്രമായ കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കുക. പാവറട്ടി തിരുനാളിനോടനുബന്ധിച്ച് പുതിയ ഗാനം പുറത്തിറക്കി. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി തിരുനാൾ ഗാനത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. വിശ്വം നിറയുന്ന ദൈവത്തിൻ സൂനുവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രചന നിർവഹിച്ചതും ഈണം നൽകിയതും ഷാജി തരകനാണ്. നിർമ്മാണ നിർവഹണം വി സന്തോഷ് ആൻഡ്രൂസും ആലാപനം ജിജി ജസ്റ്റിനുമാണ് നിർവഹിച്ചത്. തീർത്ഥകേന്ദ്രം മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, ട്രസ്റ്റിമാരായ പിയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസെന്റ്, വിൽസൺ നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി തിരുനാളിനോടനുബന്ധിച്ച് ആരോഗ്യ വിഭാഗത്തിന്റെയും ഫുഡ് സേഫ്റ്റി വകുപ്പിന്റെയും നേതൃത്വത്തിൽ അധികൃതർ മിന്നൽ പരിശോധന നടത്തി. പരിശോധനയിൽ കണ്ടെത്തിയ പഴകിയ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിച്ചു. മത്സ്യ മാംസ വിൽപ്പന കടകൾ, ഹോട്ടൽ, ബേക്കറി, പാനീയ കടകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. കൂടാതെ ഊട്ടുശാല പരിശോധിച്ച് രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ആവശ്യമായ നിർദ്ദേശങ്ങളും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകി. മുല്ലശ്ശേരി ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് ചന്ദ്രനും സംഘവും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ആരോഗ്യത്തിന് ഹാനികരമായ രാസപദാർത്ഥങ്ങൾ, നിറങ്ങൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും വിൽപ്പന നടത്തരുതെന്ന് നിർദ്ദേശിച്ചു. തിരുനാൾ ദിവസങ്ങളിൽ 24 മണിക്കൂറും ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധനയ്ക്കായി രംഗത്തുണ്ടാകും. കാട്ടക്കാമ്പാലിൽ നിന്ന് MDMAയുമായി 2 യുവാക്കളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം വട്ടംകുളം ശുഗപുരം സ്വദേശികളായ ശിവദാസ്, അഭിഷേക് എന്നിവരെയാണ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ D വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 3.20 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. സംഘത്തിൽ ഒരാളായ മണാലി റാഷിദ് ഓടി രക്ഷപ്പെട്ടു. കാട്ടക്കാമ്പാൽ പൂരത്തിന്റെ ഭാഗമായി പുലർച്ചെ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജു, ജ്യോതിഷ്, അൻഷാദ്, ശ്യാം, രവികുമാർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചൊക്കന എസ്റ്റേറ്റ് മൈതാനം വീണ്ടും ഫുട്ബോൾ ആരവത്തിലേക്ക്. മൈതാന നവീകരണം അന്തിമഘട്ടത്തിൽ. കാൽപന്തുകളിയിലെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ചൊക്കന ഗ്രാമം. കൗമാരങ്ങൾ മയക്കുമരുന്നിന്റെ മാരകലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകാതെ അവരെ ഫുട്ബോൾ കളിയിലേക്ക് ആകർഷിച്ച് ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കുക എന്ന ദൗത്യമാണ് നാട് ഏറ്റെടുത്തിട്ടുള്ളത്. 120 വർഷം മുൻപ് ബ്രിട്ടീഷുകാർ ആരംഭിച്ച ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ ഉൾപ്പെട്ടതാണ് ചൊക്കന റബ്ബർ എസ്റ്റേറ്റ് അടക്കമുള്ള പ്രദേശങ്ങൾ. അക്കാലത്ത് തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കാനായി മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും ഇവിടെയുള്ള തൊഴിലാളി കുടുംബങ്ങളിൽ പലതും. അതുകൊണ്ട് തന്നെ മലബാറിന്റെ ഫുട്ബോൾ കമ്പവും ഇവർക്കിടയിലുണ്ട്. ഫുട്ബോൾ കളിയോട് നല്ല താല്പര്യമുള്ള കുറേ കുട്ടികളുണ്ട്, നല്ല ടാലൻ്റുള്ള കുട്ടികളുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ലോകം അറിയാവുന്ന നിലയ്ക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. പിന്നെ ഈ ലഹരിയുടെ ഉപയോഗം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും കുട്ടികളെ മാറി ചിന്തിക്കാനും ഇതൊരു കാരണമാകട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിപ്പെട്ടത്. വളരെയധികം ചെലവ് വരുന്നൊരു പരിപാടിയാണെന്ന് മനസ്സിലായിരുന്നു പിന്നീടാണ്. തൊഴിലാളികൾക്ക് മാനസിക ഉല്ലാസവും കായികക്ഷമതയും ലഭിക്കുന്നതിനായി ഇക്കാലത്ത് തോട്ടം മാനേജ്മെന്റ് മുൻകൈയെടുത്ത് എസ്റ്റേറ്റ് റീക്രിയേഷൻ ക്ലബ്ബുകൾക്ക് രൂപം നൽകിയിരുന്നു. ഈ ക്ലബ്ബുകൾക്ക് കീഴിൽ പാലപ്പിള്ളി, ചൊക്കന മേഖലയിൽ നിരവധി ഫുട്ബോൾ മൈതാനങ്ങളും സജ്ജമാക്കി. മികച്ച ഫുട്ബോൾ കളിക്കാരായിരുന്ന പലരും ഗൾഫ് അടക്കമുള്ള നാടുകളിലേക്ക് ജീവിതം തേടി പോയതോടെയാണ് ചൊക്കന മൈതാനിയിൽ ആരവങ്ങളില്ലാതെയായത്. ഇവിടുത്തെ യുവതലമുറ ഏകദേശം ഒരു 23-24 വയസ്സ് പ്രായം വരെയുള്ള പിള്ളേരുകൾ ഫുട്ബോൾ എന്ന ലഹരിയോട് താല്പര്യം കാണിക്കുകയും അവർക്ക് കളിക്കാൻ സാഹചര്യമില്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അവർക്ക് കളിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു
ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ലൈറ്റ് പിടിപ്പിച്ച് വൈകുന്നേരം കളിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാനായിട്ട് കൂട്ടായ തീരുമാനമെടുത്ത് ഇറങ്ങിയത്. നായാട്ടുകുണ്ട് സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൊക്കനയുടെ ഗതകാല ഫുട്ബോൾ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും. ക്ലബ്ബ് സെക്രട്ടറി മുഹമ്മദ് അലി, ജോബിൾ വടാശ്ശേരി, ഇന്ദുചൂടൻ ഒറ്റപ്പാലം എന്നിവരുടെ നേതൃത്വത്തിലാണ് ചൊക്കനയിൽ ഫുട്ബോൾ സജീവമാക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഹാരിസൺ എസ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥനായ അജിത്തും ഈ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണ നൽകി ഒപ്പമുണ്ട്. ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ച് മൈതാനം നവീകരിക്കുന്ന പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുവാനും ജേഴ്സി വിതരണം ചെയ്യാനും പദ്ധതിയുണ്ട്. TCV കൊടകര. കുന്നംകുളത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ ഒട്ടകത്തിന്റെ ജഡം സംസ്കരിച്ചു. ചൊവ്വന്നൂർ മീമ്പിക്കുളത്തിന് സമീപം തൃശൂരിൽ താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പാടത്തെ പറമ്പിലായിരുന്നു കഴിഞ്ഞ ദിവസം ഒട്ടകത്തിന്റെ ജഡം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അയൽവാസിയായ ഗൃഹനാഥനാണ് ഒട്ടകത്തിന്റെ ജഡമാണ് കുഴിച്ചിട്ടുള്ളതെന്ന് സ്ഥിരീകരിച്ചത്. വാർഡ് കൌൺസിലർ ബീന രവി വിവരമറിയിച്ചതിനെ തുടർന്ന് സംഭവസ്ഥലം സന്ദർശിച്ച നഗരസഭ ആരോഗ്യ വിഭാഗം അഴുകിയ നിലയിലായതിനാൽ ജഡം പുറത്തെടുക്കുന്നത് കൂടുതൽ ദുഷ്കരമാകുമെന്ന് അറിയിച്ചിരുന്നു. കുന്നംകുളം നഗരസഭയുടെയും പോലീസിന്റെയും സഹായത്തോടുകൂടി പറമ്പിൽ തന്നെ ജഡം കത്തിച്ച് നശിപ്പിക്കുകയായിരുന്നു. വർഷങ്ങളായി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഐക്യാൻ അക്കാദമി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി സ്നേഹാദരം സംഘടിപ്പിക്കുന്നു. തൃശൂർ കിഴക്കേക്കോട്ട ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന് സമീപം കാൽഡിയൻ സിറിയൻ ചർച്ച് ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരുന്ന ഐക്യാൻ അക്കാദമിയാണ് സ്നേഹാദരം സംഘടിപ്പിക്കുന്നത്. 2025 അക്കാദമിക് വർഷത്തിൽ തൃശൂർ ജില്ലയിൽ നിന്ന് SSLC, THSSC, CBSE, ICSE പരീക്ഷകളിൽ ഫുൾ A+ ലഭിച്ച ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 1000 വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുന്നത്. ഈ മാസം 16-ാം തീയതി രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ തൃശൂർ ടൗൺ ഹാളിലാണ് ആദരണ ചടങ്ങ് നടക്കുന്നത്. 10ാം ക്ലാസ് +2 കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന വിഷയത്തിൽ പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ അജൽ ജോസ് അക്കര നയിക്കുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാമും ഉണ്ടായിരിക്കുമെന്ന് ഡയറക്ടർ MJ സാജൻ, ഓപ്പറേഷൻസ് മേധാവി ഹരൺലാൽ, സ്റ്റുഡൻസ് കോർഡിനേറ്റർ ഫിഫിന ഫ്രാൻസിസ്, എക്സിക്യൂട്ടീവ് ഷൈനി സിജോ, മെന്റർ ഡോക്ടർ AJ അജൽ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7356053535 7356054545. തൃശൂർ, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുഴൂർ പഞ്ചായത്തിലെ കൊച്ചുകടവ് കുണ്ടൂർ ആലമറ്റം റോഡിന്റെ പുനർനിർമ്മാണം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ ആസ്തിയിൽ നിന്നാണ് റോഡിന്റെ ആദ്യ ടാറിൽ നടത്തുന്നത്. 527.44 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ 5.712 കിലോമീറ്റർ റോഡാണ് നവീകരിക്കുന്നത്. VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, വൈസ് പ്രസിഡന്റ് രജനി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ചിറ്റണ്ടയിൽ നിന്നും യുവാവിനെ കാണാതായതായി പരാതി. ചിറ്റണ്ട സ്വദേശി ചങ്ങംകുഴിയിൽ വിജേഷിനെയാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ കാണാതായത്. രാവിലെ ചിറ്റണ്ടയിൽ നിന്ന് വിഘ്നേശ്വര എന്ന ബസ്സിൽ തൃശൂരിൽ എത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 8446304241 എന്ന നമ്പറിൽ അറിയിക്കുക. CPM തളിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരം സീതാറാം യെച്ചൂരി ഭവൻ ഞായറാഴ്ച തുറക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു തുടങ്ങിയവർ പങ്കെടുക്കും. തളിക്കുളം സ്നേഹതീരം ബീച്ച് ഹാഷ്മിനഗർ റോഡിലാണ് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയതിനെ തുടർന്നാണ് പുതിയ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കേണ്ടി വന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KR സീത, ട്രഷറർ PI സജിത, കൺവീനർ EPK സുഭാഷിതൻ, PS രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവില്ലാമല പഞ്ചായത്ത് നടപ്പ് സാമ്പത്തിക വർഷം പദ്ധതി വെച്ച് പണി പൂർത്തീകരിച്ച അമ്പലം ബസ് സ്റ്റാൻഡിലെ വാട്ടർ ATM പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് M ഉദയൻ അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ, പഞ്ചായത്ത് അംഗങ്ങളായ K ബാലകൃഷ്ണൻ, പ്രശാന്തി രാമരാജൻ, പഞ്ചായത്ത് സെക്രട്ടറി രേഖ B നായർ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളത്ത് നടന്ന ഇന്ത്യ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ
മറ്റത്തൂർ ചെമ്പുച്ചിറ സ്വദേശിനി ദീപ ഗോപാലിന് ഇരട്ട മെഡൽ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 40.5 കിലോയും പവർ ലിഫ്റ്റിംഗിൽ 160 കിലോയും ഉയർത്തിയാണ് ഇവർ ഇരട്ട സ്വർണം നേടിയത്. ജൂലൈയിൽ കൊല്ലത്ത് നടക്കുന്ന സൗത്ത് ഇന്ത്യൻ മത്സരങ്ങളിലേക്കും ഒക്ടോബറിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങളിലേക്കും ദീപ ഗോപാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഹോക്കി താരം കൂടിയായ ദീപ ജൂണിൽ നടക്കുന്ന ദേശീയ ഹോക്കി മത്സരങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. കാടശ്ശേരി വെട്ടിക്കുഴി നോട്ടർഡാം സ്കൂളിലെ ഹോക്കി പരിശീലകയായ ദീപ ഗോപാൽ തൃശൂർ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീകേഷിന്റെ ഭാര്യയാണ്. തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി ആഘോഷങ്ങളുടെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പഴയന്നൂർ SHO മുഹമ്മദ് ബഷീർ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4:30 മുതൽ 10:00 വരെ തിരുവില്ലാമല പാമ്പാടി മുതൽ പഴമ്പാലക്കോട് കൂട്ടുപാത വരെയാണ് ഗതാഗത നിയന്ത്രണം ഉള്ളത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 വരെയും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. താലപ്പൊലി കാണാനെത്തുന്നവർ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിച്ചാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് CI മുഹമ്മദ് ബഷീർ പറഞ്ഞു. സ്പെഷ്യൽ പുരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കമ്മിറ്റി ബാഡ്ജ് ധരിച്ചവരോ ലഹരി ഉപയോഗിച്ചതോ ശ്രദ്ധയിൽപ്പെട്ടാൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുമെന്നും CI TCVയോട് പറഞ്ഞു. അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന KK പൈങ്കി മാസ്റ്റർ ജന്മശതാബ്ദി സംഗമം ഞായറാഴ്ച കുറ്റിച്ചിറയിൽ നടക്കും. ഗാന്ധി സ്ക്വയറിൽ രാവിലെ 8-ന് പൈങ്കി മാസ്റ്ററുടെ സഹപ്രവർത്തകനായിരുന്ന തച്ചനാടൻ അപ്പു ശതാബ്ദി ദീപം തെളിയിക്കും. തുടർന്ന് വിളംബരം, ഉച്ചയ്ക്ക് 2-ന് പുഷ്പാർച്ചന, തുടർന്ന് കലാപരിപാടികൾ. വൈകിട്ട് 6-ന് നടക്കുന്ന പൊതുസമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സമിതി ചെയർമാൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി അധ്യക്ഷനാകും. ആലുവ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ പ്രസംഗിക്കും. സനീഷ് കുമാർ ജോസഫ് MLA, ജനറൽ കൺവീനർ TM രതീശൻ, ER സന്തോഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രബീഷ് ഗുരുവായൂർ നീട്ടിയ കാരുണ്യകരങ്ങൾ പുതുജീവനേകിയത് 2000-ലധികം പാമ്പുകൾക്കും 500-ലധികം മൃഗങ്ങൾക്കുമാണ്. ദുരന്തമുഖത്ത് മാലാഖയായി എത്തുന്ന പ്രബീഷിന്റെ സഹജീവി സ്നേഹത്തിന് അതിർവരമ്പുകൾ ഇല്ല. ഗുരുവായൂർ, ചാവക്കാട് മേഖലകളിൽ ജനവാസ കേന്ദ്രങ്ങളിൽ പാമ്പുകളെ കണ്ടാലുടൻ പ്രബീഷിന് വിളിയെത്തും. അർദ്ധരാത്രിയായാലും പ്രബീഷ് ഓടിയെത്തി പാമ്പിനെ പിടികൂടും. ഇതിനായി വനംവകുപ്പിന്റെ പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ 2000-ലധികം പാമ്പുകളെയാണ് ഇത്തരത്തിൽ പിടികൂടി വനംവകുപ്പിന് കൈമാറിയിട്ടുള്ളത്. പാമ്പുകൾ മാത്രമല്ല, മുള്ളൻ പന്നി, കാട്ടുപന്നി, കുറുനരി, നായ, പോത്ത്, കാള, വെള്ളിമൂങ്ങ, മയിൽ തുടങ്ങിയ മൃഗങ്ങൾക്കും പ്രബീഷ് രക്ഷകനായിട്ടുണ്ട്. റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിലെത്തിച്ചിട്ടുണ്ട്. തീപിടുത്തവും പ്രകൃതി ദുരന്തങ്ങളും വകവയ്ക്കാതെ നാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ടാകും. ഈ ഒരു രംഗത്തേക്ക് പ്രബീഷിനെ കൊണ്ടെത്തിച്ചത് 18-ാമത്തെ വയസ്സിൽ സംഭവിച്ച ഒരു അപകടമാണ്. ബൈക്ക് അപകടത്തിൽ റോഡിൽ ചോര വാർന്നു കിടന്ന പ്രബീഷിനെ ആക്സ് പ്രവർത്തകരാണ് ആശുപത്രിയിലെത്തിച്ച് ജീവൻ രക്ഷിച്ചത്. പ്രതിഫലേച്ഛയില്ലാത്ത ആക്സ് വളണ്ടിയർമാരുടെ സേവനമാണ് തനിക്ക് പ്രചോദനമായതെന്ന് പ്രബീഷ് ഗുരുവായൂർ പറയുന്നു. പാമ്പുകടിയൊക്കെ കാണുമ്പോൾ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നോക്കിക്കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി പഠിച്ചു, എങ്ങനെ പാമ്പിനെ പിടിക്കുക എന്നുള്ളത് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ മൃഗങ്ങളിലും പിടിക്കാനുള്ളത് പഠിച്ചു. ഇപ്പോൾ ഒരു 10,000-2000 മേലെ പാമ്പുകളെ പിടിച്ചിട്ട് ഫോറസ്റ്റിന് കൈമാറിയിട്ടുണ്ട്. അതുപോലെ വിവിധ ഇനം മൃഗങ്ങളെയും പിടിച്ചിട്ട് ഫോറസ്റ്റിന് കൈമാറിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പരിശീലനം പൂർത്തിയാക്കിയ പ്രബീഷ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ കൂടിയാണ്. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്നു. കോവിഡ് കാലത്ത് ഉറ്റവർ പോലും തൊടാൻ മടിച്ചിരുന്ന മൃതദേഹങ്ങൾ മറവു ചെയ്യാനും മുൻപന്തിയിലുണ്ടായിരുന്നു. 24 മണിക്കൂറും സേവന നിരതനാണെങ്കിലും സർക്കാർ തലത്തിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. നാട്ടുകാരുടെ ക്ഷേമത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് വിഷപ്പാമ്പുകളെ പിടികൂടുന്ന പ്രബീഷിനെ പോലെയുള്ള സേവകരെ സംരക്ഷിക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആവശ്യപ്പെട്ടു. ഗുരുവായൂരിന്റെ പരിസര പ്രദേശത്ത് വളരെ സജീവമായി ഇത്തരത്തിലുള്ള സേവന റെസ്ക്യൂ നടത്തുന്ന ഒരു ചെറുപ്പക്കാരനാണ് പ്രബീഷ്. ഇതിൽ അവർക്ക് വേണ്ട സംരക്ഷണം നഗരസഭയും സർക്കാരും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. ജീവൻ പണയം വെച്ച് പോലും വലിയ വലിയ വിഷപ്പാമ്പുകളെ പോലും പിടിച്ച് കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ, ഈ സേവനം ചെയ്യുന്ന ചെറുപ്പക്കാരെ സംരക്ഷിക്കാനുള്ള തീരുമാനം നഗരസഭ അതിന്റെ ഒരു തീരുമാനമെടുത്ത് ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങി അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സംരക്ഷണവും നൽകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. TCV ന്യൂസ്, ഗുരുവായൂർ.
സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ അന്തരീക്ഷം സൃഷ്ടിച്ച് വിദ്യാർത്ഥികളിൽ പ്രായോഗിക പരിജ്ഞാനവും സംരംഭകത്വവും വളർത്താനായി ആവിഷ്കരിച്ച ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിക്ക് കല്ലറ്റുങ്ങര കെ കരുണാകരൻ മോഡൽ പോളിടെക്നിക് കോളേജിൽ തുടക്കമായി. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു. IHRD ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ, നിപ്മർ ഡയറക്ടർ സി ചന്ദ്രബാബു, ജില്ലാ ആസൂത്രണ സമിതി ഓഫീസർ ടി ആർ മായ, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജിംഗ് ഡയറക്ടർ എസ് ഷീബ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ഷീൻ ആന്റണി, ആർ ആശ, പി എസ് സാബു, വർഗീസ് പന്തലൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേള എന്ന പേരിൽ ചാവക്കാട് ബ്ലോക്ക് തല പാചക മത്സരം നടന്നു. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് റഷീദ് എന്നിവർ പങ്കെടുത്തു. പാചക വിദഗ്ധൻ ജയശങ്കർ വിധികർത്താവായി. ചാവക്കാട്, വടക്കേക്കാട്, പുന്നയൂർക്കുളം, പുന്നയൂർ, ഒരുമനയൂർ, കടപ്പുറം, ഗുരുവായൂർ കുടുംബശ്രീ ചെയർപേഴ്സൺമാരായ ജീന രാജീവ്, പ്രബീന സത്യൻ, ഗിരിജ രാജൻ, അനിത സുരേഷ്, സുലൈഖ ഖാദർ, ഫൗസിയ, അമ്പിളി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. കക്കാട് വാസുദേവൻ നമ്പൂതിരി പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശിങ്കാരിമേളം, കൈക്കുട്ടിക്കളിപ്പാട്ട്, തമ്പോല, കാവടി എന്നിവ നടന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കല്ലൂർ നായരങ്ങാടി സ്വദേശി താഴേക്കാട് വീട്ടിൽ ഗോപകുമാറിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. 1 വർഷത്തേക്കാണ് ഇയാളെ തടങ്കലിലാക്കിയത്. പുതുക്കാട്, വരന്തരപ്പള്ളി, ഒല്ലൂർ, തൃശൂർ ഈസ്റ്റ്, ചേർപ്പ്, കൊരട്ടി തുടങ്ങിയ സ്റ്റേഷനുകളിലായി കവർച്ച, ചീറ്റിംഗ്, ലൈംഗിക പീഡനം, അടിപിടി തുടങ്ങി 15ഓളം കേസുകളിൽ പ്രതിയാണ് ഗോപകുമാർ. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പുതുക്കാട് SHO മഹേന്ദ്ര സിംഹൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രമേശ്, ഷഫീഖ്, അജിത് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മാമ്പഴ മഹോത്സവത്തിന് തുടക്കമായി. ET ടൈസൺ MLA മാംഗോ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ ഡോക്ടർ N അനിൽകുമാർ പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പ്രകാശനം നിർവഹിച്ചു. 300ഓളം പ്രാദേശിക മാങ്ങകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന മാമ്പഴ സ്റ്റാളിന്റെ ഉദ്ഘാടനം ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ നിർവഹിച്ചു. ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ JS മിനിമോൾ, 100 വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിമാവിന്റെ ഉടമ ഭാഗ്യലക്ഷ്മി ടീച്ചറെയും 65 മാവുകൾ സംരക്ഷിക്കുന്ന അഷ്റഫ് മായനെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ജയ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി, സംഘാടക സമിതി വൈസ് ചെയർമാൻ KK അബിദലി, TK രമേശ് ബാബു, PR ഗോപിനാഥൻ, സീരിയസ് ചെയർപേഴ്സൺ ആമില അൽവർ, ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, സെക്രട്ടറി രഹ്ന, P ആനന്ദ്, K അയൂബ്, PA നൌഷാദ്, വാർഡ് മെമ്പർ ശീതൽ TS, ഡോക്ടർ അമിതാഭ് ബച്ചൻ, K രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് അലന്റെ തിയേറ്റേഴ്സിന്റെയും VK രാജൻ വായനശാലയുടെയും കിഴക്കുഭാഗം പ്രവാസി കൂട്ടായ്മയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വേനൽ മഴ സഹവാസ ക്യാമ്പിന് തുടക്കമായി. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർമാരായ VB രതീഷ്, ഗിരിജ ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിഥി ഉണ്ണികൃഷ്ണൻ, തന്മയ ഷാജി, VR സിറിൽ, VA സന്തോഷ് കുമാർ, VV രമേശ്, PR സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കോളമിസ്റ്റ് ശ്യാമ ശശിധരൻ, ചിത്രകാരൻ പ്രസാദ്, തിരക്കഥാകൃത്ത് KR സുനിൽ, കവി കണ്ണൻ, സിദ്ധാർത്ഥ്, NC പ്രശാന്ത്, നാടക സംവിധായകൻ CC കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ ക്യാമ്പിൽ ക്ലാസുകളെടുക്കും. ചിലർക്ക് പ്രസംഗിക്കാൻ കഴിയും, ചിലർക്ക് പാട്ട് പാടാൻ കഴിയും, ചിലർ നന്നായിട്ട് കവിത എഴുതുന്നവരുണ്ടാവും, കഥ എഴുതുന്നവരുണ്ടാവും. 43ാമത് വിചാര AKG ആൻഡ് ഭഗത് സിംഗ് സ്മാരക സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. കോഴിക്കുളങ്ങര മൈതാനിയിൽ ആരംഭിച്ച ഫുട്ബോൾ മേള സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് TP ഫർഷാദ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ MB പ്രമീള, സംഘാടക സമിതി ചെയർമാൻ ദിനേശ് കല്ലായി, വിചാര സെക്രട്ടറി TP അക്ബർ ഖാൻ, പ്രസിഡന്റ് KR രജിത് കുമാർ, KS വിഷ്ണു, TA കുമാരൻ, ബാബു ചെഞ്ചേരി, സിറാജ് എന്നിവർ നേതൃത്വം കൊടുത്തു. 8 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നവർക്ക് ട്രോഫിയും 30,000 രൂപയുമാണ് ലഭിക്കുക. വാശിയേറിയ ആദ്യ മത്സരത്തിൽ MFC തിരുവത്രയും ലിബയൻ പാടൂരും ഏറ്റുമുട്ടി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,360 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 99.5 വിജയ ശതമാനം. തൃശൂർ ജില്ലയിൽ 99.48% വിജയം. മുല്ലശ്ശേരി ഏഷ്യാഡ് പടവിൽ കൃഷിനാശത്തെ തുടർന്ന് കർഷകർ കൊയ്ത്തുപേക്ഷിച്ചു. 50 ഏക്കറോളം വരുന്ന പടവിലെ കൃഷിയാണ് കർഷകർ ഉപേക്ഷിച്ചത്. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നത് ദുരിതയാത്രയായി മാറി. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഗതാഗതക്കുരുക്ക് മുറുകുകയാണ്. ഗതാഗതക്കുരുക്കിന് കാരണം സർവീസ് റോഡുകളുടെ വീതി കുറവ്. ജില്ലയിൽ വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 3 മരണം. കൊരട്ടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സൈക്കിൾ യാത്രികനും, പുതുക്കാട് KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരനും, കൊടകരയിൽ ലോറിയിടിച്ച് കാൽനട യാത്രികനും മരിച്ചു. സംസ്ഥാന ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചിട്ടും എങ്ങുമെത്താതെ ചാലക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആധുനിക ഗ്രൗണ്ട് ഗ്യാലറി നിർമ്മാണം. നഗരസഭയും മുൻ MLA BD ദേവസ്യം തമ്മിലെ അകൽച്ചയാണ് പദ്ധതി അനിശ്ചിതത്വത്തിലാകാൻ കാരണം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. കൊടിപ്പുറത്ത് വിളക്ക് ആഘോഷത്തിൽ അലിയാൻ വിശ്വാസികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.